ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വണ്ടി വിശേഷമായിട്ടോ. ഇതിനു മുന്നേ ഞാൻ സെയിം ലൊക്കേഷനിൽ തന്നെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മസ്ദ 2-ന്റെ കേട്ടോ. അപ്പോൾ ഞാൻ ആ മസ്ദ 2 കൊടുത്തു. അതിന്റെ ബാക്കി വിശേഷമാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ അത് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പറ്റും. അതായത് 1.5 വർഷം മുന്നേ ഞാൻ ഓസ്ട്രേലിയ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഓഡി Q5 വാങ്ങിയായിരുന്നേ, സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒന്ന് നോക്കട്ടെ. Q5 വാങ്ങി നമ്മള് ഡീലറിന്റെ നിന്ന് വാങ്ങി കേട്ടോ, ഒരു ചെറിയ ഡീലറിന്റെ നിന്ന് വണ്ടി വാങ്ങി വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് വന്ന ആ സെയിം ഡേയിൽ തന്നെ വണ്ടിയുടെ ഗിയർ ബോക്സ് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 3 മാസം വണ്ടിയുമായിട്ട് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. അങ്ങനെ ആ ഓടി ഞാൻ അവര് പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ദിവസം തന്നെ പ്രോബ്ലം ആയതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് തന്നെ ഗിയർ ബോക്സ് മാറ്റി തന്നു. സെക്കൻഡ് ഹാൻഡ് വേറെ ഗിയർ ബോക്സ് അവർ മാറ്റിയിട്ട് തന്നു. അതിനുശേഷം പിന്നെ അതിന്റെ ഫ്യൂൽ സിസ്റ്റം അടിച്ചുപോയി. അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 3 മാസം ഞാൻ ഉപയോഗിച്ചു. ആ വണ്ടി അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് വേറൊരു മസ്ദ 2 വാങ്ങി, ചെറുത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയായിരുന്നു കേട്ടോ, മസ്ദ 2. അങ്ങനെ നമ്മൾ വണ്ടി വാങ്ങിച്ചു. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല പുത്തൻ വണ്ടി പോലെ കാണാൻ, പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്ന ഒരു വണ്ടി ആയിരുന്നു എടുത്തത്. അങ്ങനെ ഞാൻ ആ വണ്ടി ഒരു 6 മാസം ഉപയോഗിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ട്രീസിയാണ് കൂടുതൽ ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം, അതായത് സേഫ്റ്റി ഫീച്ചർ കുറച്ച് കൂടുതലുള്ള വണ്ടി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ വണ്ടി വിൽക്കാൻ വേണ്ടി മാർക്കറ്റ് പ്ലേസിൽ ഞാൻ ഇട്ടു, അതായത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ. അങ്ങനെ ഒരു ബയ്യർ റെഡിയായി വണ്ടി വാങ്ങിക്കാൻ വേണ്ടി. നല്ല കാണാനും നല്ല വണ്ടി, കിലോമീറ്ററും കുറവ്. അപ്പം ഞാൻ വണ്ടി വിൽക്കുന്നതിന് മുന്നായിട്ട് നമുക്കിവിടെ അടുത്ത ആളുടെ പേരിലേക്ക് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് വർത്തി എടുക്കണം. റോഡ് വർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതിന്റെ റിസൾട്ട് അവര് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്നു ഫെയിൽ. അതിന്റെ കമന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അടിയിൽ ചേസിന്റെ അവിടെ എവിടെയോ ഒരു ക്രാക്കോ ബ്രേക്കോ, അതായത് ഡെന്റോ, അങ്ങനെ എന്തോ പ്രശ്നം. അപ്പം അതായത് ഇതിന് മുന്നേ ആക്സിഡന്റ് നടന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പൊ അത് റിപ്പയർ ചെയ്യാതെ നമുക്ക് അത് റോഡ് വർത്തി പാസ്സാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവര് ഈ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകാരൊന്നും ഈ ഇങ്ങനത്തെ പണികൾ ചെയ്യില്ല. അതായത് അടിയിലുള്ള ബെൻഡൊക്കെ കാര്യം അടിച്ച് നിവർത്തി പിന്നെ വെൽഡിങ് എല്ലാം ചെയ്ത് അത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ചെയ്യില്ല, അത് സെപ്പറേറ്റ് ചെയ്യുന്ന വേറെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ പല വർക്ക്ഷോപ്പിനെ ഞാൻ കോൺടാക്ട് ചെയ്തു കേട്ടോ, ബെൽറാറ്റിലുള്ള. അപ്പം ചില വർക്ക്ഷോപ്പുകാർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ബുക്ക്ഡ് ആണ് കുറെ നാളത്തേക്ക് അവര് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഡിസംബർ, ഞാൻ ഓഗസ്റ്റിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഡിസംബറിലൊക്കെ ആയിട്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതായത് നമ്മൾ പെട്ടു എന്നുള്ള രീതിയിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ 6 മാസം മുന്നേ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്കും ഓൾറെഡി RWC ചെയ്തിട്ടാണല്ലോ ഞാൻ വാങ്ങിയത്. ഞാൻ നേരെ ഡീലറിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അതൊരു കാര്യം ചെയ്യ്, എനിക്ക് വിറ്റ സമയത്ത് RWC ചെയ്ത വർക്ക്ഷോപ്പിന്റെ കോൺടാക്ട് ചെയ്തോളൂ, അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് നമ്പർ തന്നു. ഞാൻ ആ വർക്ക്ഷോപ്പിനെ കോൺടാക്ട് ചെയ്തു, മെൽബണിലുള്ള. കോൺടാക്ട് ചെയ്തിട്ട് അവര് പറഞ്ഞു വണ്ടി അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയോ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി മെൽബണിലേക്ക് കൊണ്ടുപോയി. അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ കണ്ടുപിടിക്കുന്ന പ്രശ്നം. ഓക്കെ, അവർ പറഞ്ഞു സോറി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ്, ഞങ്ങൾ കണ്ടില്ല ഈ സംഭവം RWC ചെയ്ത സമയത്ത്. അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വണ്ടി അവിടെ ഡ്രോപ്പ് ചെയ്യും, അവര് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വേറെ വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വണ്ടിയായിട്ട് ഞാൻ ബൽറാറ്റിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ വണ്ടി അവിടെ ഇട്ടു, മസ്ദ 2. അങ്ങനെ ഒരാഴ്ച കൊണ്ട് അവര് ഫ്രീ ആക്കി ശരിയാക്കി തന്നു. ഞാൻ അവരുടെ വണ്ടി തിരിച്ചു കൊടുത്തു, നമ്മുടെ വണ്ടിയായിട്ട് തിരിച്ചു പോന്നു, ആ വണ്ടി വിറ്റു. അപ്പോ ഈ കഥയിൽ ഞാൻ പറയാൻ നിങ്ങളോട് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഡീലറിന്, ഈ ചെറിയ ഡീലർ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് പോയി വണ്ടി എടുക്കുമ്പോഴത്തേക്കും കുറെ ശ്രദ്ധിക്കാനുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡീലറിന്റെ തന്നെ വണ്ടി എടുക്കണം, സെക്കൻഡ് ഹാൻഡ് വണ്ടി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൊയോട്ട, മസ്ദ, നിസാൻ, മിറ്റ്സുബിഷി, അങ്ങനെയുള്ള ഡീലേഴ്സിന്റെ അടുത്ത് പോയിക്കുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പൊ ടൊയോട്ടയുടെ ഡീലർഷിപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് പുതിയ വണ്ടി ടൊയോട്ട ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ബാക്കിയുള്ള ഈ പറഞ്ഞ നിസാൻ ആണെങ്കിലും മിറ്റ്സുബിഷി ആണെങ്കിലും വേറെ കമ്പനികളെല്ലാം സെക്കൻഡ് ഹാൻഡ് ഉണ്ടാവും. കാര്യം ട്രേഡ് ഇൻ ചെയ്യുന്ന വണ്ടികൾ. പക്ഷെ നല്ല വണ്ടികൾ മാത്രമേ അവിടെ അവർ സെക്കൻഡ് ഹാൻഡ് വിൽക്കുള്ളൂ കേട്ടോ. കാര്യം ഈ കച്ചറ വണ്ടികൾ വരുന്നതൊക്കെ എല്ലാം അവർ പുറത്തുള്ള ഡീലേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതെല്ലാം ഒഴിവാക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ അവർ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത്തിരി വില കൂടുതലായിരിക്കും എങ്കിലും എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ വില കുറച്ച് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് വണ്ടി വാങ്ങിക്കാം. അത് കൂടാതെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ ചെറിയ ഡീലറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ, അതായത്
നിങ്ങൾ പരസ്യം കാണുമ്പോഴത്തേക്കും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കും, അല്ലെങ്കിൽ കാർ സെയിൽസിനോ അല്ലെങ്കിൽ അങ്ങനെ പല വെബ്സൈറ്റ്സ് ഉണ്ട്. ആ വെബ്സൈറ്റ്സിൽ നോക്കുമ്പോഴത്തേക്കും അവർ അതിൻ്റെ അകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ 5 വർഷം വാറണ്ടി ഉണ്ട്, ഡ്രൈവ് അവേ പ്രൈസ് ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ കുഴപ്പമില്ല, പൈസ ഇത്ര കൊടുത്താൽ മതി, വണ്ടി ഇറക്കിക്കൊണ്ട് പോരാം, 5 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പം ഒരു വണ്ടി ചിലപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി 5 വർഷത്തേക്ക് വാറണ്ടിയാണ്, പൈസ ഇത്രയും കുറവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ വണ്ടി കിലോമീറ്റർ കൂടിയാൽ എന്താ പ്രശ്നം, നമുക്ക് 5 വർഷം വാറണ്ടി ഉള്ളല്ലേ. പക്ഷെ ഈ വാറണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീലർ തരുന്ന വാറണ്ടി അല്ല. ഡീലർ പൈസ കൊടുക്കും, എന്നിട്ട് തേർഡ് പാർട്ടി കമ്പനിയാണ്, അതായത് വാറണ്ടി കമ്പനി ഉണ്ട്, അവരാണ് നമുക്ക് വാറണ്ടി തരണത്. വണ്ടി ഒന്ന് പോകട്ടെ, റോഡ് സൈഡിലാണേ. ഓക്കെ, അപ്പൊ ഈ വാറണ്ടി കമ്പനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും, ഡോക്യുമെന്റിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും, നമുക്ക് തരുന്ന ഡോക്യുമെന്റിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ എഞ്ചിന് വേണ്ടിയിട്ട് ചിലപ്പോൾ $2000 ആയിരിക്കും വാറണ്ടി കമ്പനി നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഗിയർ ബോക്സിന് ചിലപ്പോൾ 2000 ആയിരിക്കും തരണേ. സ്പാർക്ക് പ്ലഗിന് ചിലപ്പോൾ 150 ആയിരിക്കും, സ്പാർക്ക് പ്ലഗിന് $150, പിന്നെ ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റിന് $500. അങ്ങനെ ഓരോരോ ഐറ്റം മെക്കാനിക്കൽ പാർട്സിന് ഓരോരോ കാര്യത്തിനും ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വണ്ടി വാങ്ങിച്ച് നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നു, നമ്മൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് വിചാരിക്കും എക്സാമ്പിൾ, അതിന്റെ എഞ്ചിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സിനോ എന്തെങ്കിലും പ്രശ്നം പറ്റി നമ്മൾ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഇത് ശരിയാക്കാൻ വേണ്ടി $10,000 ആവുന്ന ഒരു കോട്ട് വരുവാണ് നമുക്ക്. അപ്പൊ നമ്മൾ നേരെ വാറണ്ടി കമ്പനിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, വാറണ്ടി ഉള്ളതാണ്, ഇതാണ് നമ്മുടെ വാറണ്ടി നമ്പർ, നമുക്ക് ഇത് ശരിയാക്കണം, പൈസ വേണമെന്ന് നമ്മൾ വാറണ്ടി കമ്പനിയുടെ അടുത്ത് പറയുന്നു. വാറണ്ടി കമ്പനിയും നമ്മളുടെ വർക്ക്ഷോപ്പുമായിട്ടൊരു അവരും കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയും, ഡോക്യുമെന്റ് നോക്കിയിട്ട് അവർ പറയും ഓക്കെ നിങ്ങളുടെ വണ്ടിക്ക് ഗിയർ ബോക്സിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിന് വേണ്ടിയിട്ട് വാറണ്ടി കമ്പനി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് എത്ര $1500 അല്ലെങ്കിൽ $2000 ആണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പൊ നമുക്ക് $10,000 ആവശ്യമുള്ള സമയത്ത് അവര് നമുക്ക് തരുന്നത് $2000 ആയിരിക്കും, മനസ്സിലായോ. അപ്പോ നമുക്ക് വാറണ്ടി കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഇല്ലാതായി പോയി, നമുക്ക് $8,000 നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വണ്ടിക്ക് ഇത്രയും പൈസ മുടക്കി, എന്ന് വെച്ചാൽ പഴയ വണ്ടിയാണ്, പഴയ വണ്ടിക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ മുടക്കി, അത് കൂടാണ്ട് പിന്നെ വലിയൊരു എമൗണ്ട് നമ്മൾ ഈ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വീണ്ടും ഇടുന്നു. പിന്നെ നമ്മൾ ശരിയാക്കിയിട്ട് പിന്നെ നമ്മൾ വണ്ടി വിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. വണ്ടി ശരിയാക്കാതെ നമുക്ക് വിൽക്കാനും പറ്റില്ല, അത് നേരെ സ്ക്രാപ്പിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വണ്ടി ശരിയാക്കി നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കണം, ഓക്കെ ബാക്ക് ടു നോർമൽ, നമ്മൾ വണ്ടി നോർമലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നമുക്ക് പിന്നെ എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കും, ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ലോങ് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആയിരിക്കും, നമുക്ക് ഒരു വേണ്ടാത്തൊരു സ്ട്രെസ്, മനസ്സിലായോ. പിന്നെ ഈ വണ്ടി തലവേന പിടിച്ച വണ്ടി നമുക്ക് വീണ്ടും തലവേന ആക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കാന്നുള്ളൂ ഓപ്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പൈസ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടി ഇത്തിരി പൈസ കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുക, വിശ്വസിച്ചെടുക്കുക. പൈസ ഇത്തിരി കൂടിക്കോട്ടെ കുഴപ്പമില്ലെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ മനസ്സിൽ സമാധാനമെങ്കിലും ഉണ്ടാവും. നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല വണ്ടി എപ്പോൾ ബ്രേക്ക് ആവും, ഏത് വണ്ടി എപ്പോൾ ബ്രേക്ക് ആവും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എങ്കിലും റിസ്ക് കുറവാണ് ഇങ്ങനെയുള്ള ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന് ഓസ്ട്രേലിയ വന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റിയ വണ്ടികൾ ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്ക് ബൈ.